എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026-ലെ 44-ാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയുള്ള മുംബൈ ഇന്ത്യൻസിന്റെ തീ പാറുന്ന പോരാട്ടത്തിനൊടുവിൽ ഡ്രസ്സിംഗ് റൂമിൽ അരങ്ങേറിയ നാടകീയ രംഗങ്ങൾ നിങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കും. നായകൻ ഹാർദിക് പാണ്ഡ്യയുടെ നിരാശാജനകമായ ബാറ്റിംഗ് പ്രകടനത്തിന് പിന്നാലെ നീത അംബാനിയും രോഹിത് ശർമ്മയും രോഷാകുലരായ ആ നിമിഷങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള ഈ ക്ലാസിക് പോരാട്ടത്തിൽ ടോസ് നേടിയ മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യ യാതൊരു മടിയും കൂടാതെ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. വൻ സ്കോർ ലക്ഷ്യമിട്ടിറങ്ങിയ മുംബൈക്ക് പക്ഷേ തുടക്കത്തിൽ തന്നെ വൻ പ്രഹരമാണ് ഏറ്റത്. ഓപ്പണിംഗ് ഇറങ്ങിയ വിൽ ജാക്സ് വെറും 1 റൺസ് മാത്രമെടുത്ത് പുറത്തായത് മുംബൈ ക്യാമ്പിൽ കടുത്ത നിരാശ പടർത്തി. എന്നാൽ പിന്നീട് ക്രീസിലൊന്നിച്ച റിയാൻ റിക്കൾട്ടനും നമൻ ധീരും ചേർന്ന് പതറിപ്പോയ ഇന്നിംഗ്സിനെ കരകയറ്റാനുള്ള അതിതീവ്രമായ ശ്രമങ്ങൾ ആരംഭിച്ചു. ചില കണ്ണഞ്ചിപ്പിക്കുന്ന ഷോട്ടുകളോടെ 37 റൺസ് എടുത്ത റിക്കൾട്ടൺ മികച്ചൊരടിത്തറ പാകിയപ്പോൾ മറുവശത്ത് തികഞ്ഞ ഉത്തരവാദിത്തത്തോടെ ബാറ്റ് വീശിയ നമൻ ധീർ 57 റൺസ് അടിച്ചുകൂട്ടി ടീമിന് ശക്തമായ ഊർജ്ജം പകർന്നു. മധ്യനിരയിൽ അപകടകാരിയായ സൂര്യകുമാർ യാദവ് ക്രീസിലെത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ പോരാട്ടം 21 റൺസിലൊതുങ്ങി. അതിവേഗം റൺസ് ഉയർത്താനുള്ള ശ്രമങ്ങൾക്കിടെ വിക്കറ്റുകൾ തുടർച്ചയായി കൊഴിഞ്ഞുകൊണ്ടിരുന്നു. ഏറെ പ്രതീക്ഷയോടെ വന്ന തിലക് വർമ്മയ്ക്കും ക്രീസിൽ അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. വെറും 5 റൺസ് നേടി അദ്ദേഹം മടങ്ങി. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴുകൊണ്ടിരുന്ന ആ നിർണായക ഘട്ടത്തിലാണ് ടീമിനെ ഒരു വൺ സ്കോറിലേക്ക് നയിക്കേണ്ട വലിയ ഉത്തരവാദിത്വം ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ ചുമലിലേക്ക് വന്നെത്തുന്നത്. എന്നാൽ നായകന്റെ റോളിൽ തിളങ്ങേണ്ടിയിരുന്ന ഹാർദിക്കിന് നേരിടേണ്ടി വന്നത് കടുത്ത പരീക്ഷണങ്ങളായിരുന്നു. 23 പന്തുകൾ നേരിട്ട അദ്ദേഹത്തിന് നേടാനായത് വെറും 18 റൺസ് മാത്രം. കളിയുടെ ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന് തന്റെ സ്വതസിദ്ധമായ താളം കണ്ടെത്താനായില്ല. അനായാസേന ടീമിനെ നയിക്കുന്ന സഞ്ജുവിനെ പോലുള്ള മാതൃകാ നായകന്മാർ കടുത്ത പ്രതിസന്ധികളിൽ പുലർത്തുന്ന ശാന്തതയ്ക്കും ആത്മവിശ്വാസത്തിനും പകരം ഹാർദിക്കിന്റെ ശരീരഭാഷയിൽ വലിയൊരു സമ്മർദ്ദത്തിന്റെ കരിനിഴൽ വീണിരുന്നു. പന്ത് ബാറ്റിൽ കൃത്യമായി കൊള്ളിക്കാൻ പാടുപെടുന്ന അദ്ദേഹത്തെയാണ് കാണികൾ കണ്ടത്. ചെന്നൈ ബൌളർമാരാകട്ടെ തങ്ങളുടെ തന്ത്രങ്ങൾ അതിവിദഗ്ധമായി നടപ്പിലാക്കി. ഫുൾ ലെങ്ത് ഡെലിവറികളിലൂടെയും സ്ലോവർ ബോളുകളിലൂടെയും അവർ ഹാർദിക്കിനെ വരിഞ്ഞുമുറുക്കി. റൺസ് കുതിച്ചുയരേണ്ട ഡെത്ത് ഓവറുകളിൽ ഓരോ ഡോട്ട് ബോളും മുംബൈയുടെ നെഞ്ചിടിപ്പ് കൂട്ടി. ഒടുവിൽ 19-ാം ഓവറിൽ തകർത്തടിക്കാൻ ശ്രമിച്ചെങ്കിലും സമയം വൈകിയിരുന്നു. ഇന്നിംഗ്സിന്റെ 19.3 ഓവറിൽ ഒരു കൂറ്റൻ ഷോട്ടിന് ശ്രമിച്ച് 18 റൺസുമായി ഹാർദിക് പാണ്ഡ്യ കൂടാരം കയറി. നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് എന്നൊരു ഭേദപ്പെട്ട സ്കോറിലെത്താൻ മാത്രമേ മുംബൈ ഇന്ത്യൻസിന് സാധിച്ചുള്ളൂ. പൊരുതാനുള്ള ഒരു വക സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നുവെങ്കിലും പ്രതീക്ഷിച്ചതിൽ വരലെ വളരെ താഴെയായിരുന്നു അത്. എന്നാൽ യഥാർത്ഥ നാടകം അരങ്ങേറിയത് മൈതാനത്തിന് പുറത്തായിരുന്നു. ഔട്ടായി ഡ്രസ്സിംഗ് റൂമിലേക്ക് കനത്ത കാൽവെപ്പുകളോടെ നടന്നു നീണ്ടിയ ഹാർദിക്കിനെ കാത്തിരുന്നത് തികച്ചും അപ്രതീക്ഷിതമായൊരു അന്തരീക്ഷമായിരുന്നു. ഡ്രസ്സിംഗ് റൂമിൽ എത്തിയ ഉടനെ തന്നെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത ആ ദൃശ്യങ്ങൾ ആരാധകരെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചു. ടീം ഉടമ നീത അംബാനിയും മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഹാർദിക്കിന്റെ പ്രകടനത്തിൽ അങ്ങേയറ്റം രോഷാകുലരായിരുന്നു. ഇരുവരും വളരെ കർശനമായ ഭാഷയിൽ ഹാർദിക്കിനോട് സംസാരിക്കുന്നത് വ്യക്തമായി കാണാമായിരുന്നു. നിർണായക സമയത്തെ ആ മെല്ലെപ്പോക്ക് അവരെ എത്രത്തോളം നിരാശരാക്കിയെന്ന് അവരുടെ മുഖഭാവങ്ങളിൽ പ്രകടമായിരുന്നു. ആ നിമിഷങ്ങളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായ ഹാർദിക് തികച്ചും നിസ്സഹായനായി തലകുണിച്ച് ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് നിരാശയും പറഞ്ഞറിയിക്കാനാവാത്ത സമ്മർദ്ദവും തളം കെട്ടിനിന്നിരുന്നു. IPL പോലൊരു ബ്രഹ്മാണ്ഡ ടൂർണമെന്റിൽ ഒരു ക്യാപ്റ്റൻ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തിന്റെ നേർചിത്രമായിരുന്നു അത്. ഒരു ചെറിയ പിഴവ് പോലും ടീമിനെ എത്രത്തോളം ബാധിക്കുമെന്നതിന്റെ വലിയൊരു പാഠം. ക്രിക്കറ്റ് എന്ന അനിശ്ചിതത്വങ്ങളുടെ കളിയിൽ ഇതൊക്കെ സ്വാഭാവികമാണെങ്കിലും ഹാർദിക് പോലൊരു പ്രതിഭയ്ക്ക് ഇത് വെറുമൊരു മോശം ദിവസം മാത്രമായിരിക്കാം. അദ്ദേഹത്തിന്റെ കഴിവിൽ ആർക്കും ഒരു സംശയവുമില്ല. ഇനി കാത്തിരുന്ന് കാണേണ്ടതൊന്നു മാത്രം, ഈ 159 റൺസ് പ്രതിരോധിച്ച് മുംബൈ ഇന്ത്യൻസിന് വിജയം കൊയ്യാനാവുമോ? വരുന്ന മത്സരങ്ങളിൽ തന്റെ വിമർശകരുടെ വായടപ്പിക്കുന്ന ഒരു തിരിച്ചുവരവ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.